ആദ്യമായിട്ടാണ് ഒരു സീസൺ അവസാനിക്കുമ്പോൾ സഹമത്സരാർത്ഥികളെല്ലാം ഒരുപോലെ വിന്നറായ ആള് ഡിസർവിംഗ് ആണ് എന്ന് പറയുന്നത്. മാത്രമല്ല വിന്നർ ആവാത്തതിൻ്റെ പേരിൽ ആർക്കും ആരോടും അങ്ങനെ വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നുമില്ല. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നലായിട്ടാണ് ഞാൻ കാണുന്നത്. ഈവൻ അർജുൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വിന്നറാവുക എന്നതിലുപരിയായിട്ട് എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാനിതിനെ കണ്ടത്. വിന്നറാവാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് എൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്യാനാണ് ആഗ്രഹിച്ചു. ഞാൻ അത് മാക്സിമം കൊടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ജിൻഡോ ചേട്ടൻ വിന്നറായതിൽ യാതൊരു കുഴപ്പമില്ല. പുള്ളി അതിന് അർഹതയുള്ള ആളാണ്. അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് അർജുൻ പറഞ്ഞത്. ജാസ്മിനും അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതായത് കിട്ടിയ സമ്മാനങ്ങളിൽ അല്ലെങ്കിൽ കിട്ടിയ പൊസിഷൻസിൽ അവരൊക്കെ ഹാപ്പിയാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതെന്താണെന്നറിയോ? ആർത്തിയില്ല. അതായത് എനിക്ക് തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ സത്യാഗ്രഹം ചെയ്യും, അല്ലെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് കിടക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല അവിടെ ഉള്ള പിള്ളേരാരും തന്നെ കേട്ടോ. സമ്മതിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ജാസ്മിനും അർജുനും അവർ വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഈവൻ നമ്മുടെ അഭിഷേക്, അതുപോലെ നമ്മുടെ ഋഷി, എടുത്തു പറയണം ഋഷിയുടെയൊക്കെ കാര്യം. അവരൊക്കെ കിട്ടിയ സ്ഥാനങ്ങളിൽ തൃപ്തരാണ്. വലിയ പ്രശ്നം ആർക്കുമില്ല. പിന്നെ കുറച്ച് പേർക്ക് വിഷമമുണ്ടാവും. പലരും പല സന്ദർഭങ്ങളിലും ലീഡ് ചെയ്തൊക്കെ നിന്നിട്ടുണ്ട്. അയ്യോ അങ്ങനെ കളിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രേക്ഷക വിധിയെ എല്ലാവരും ഉൾക്കൊള്ളുകയും അതിനെ അവർ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. അവരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമാണ്. ജാസ്മിന കിട്ടിയ സെക്കൻഡ് റണ്ണറപ്പ് എന്ന് പറയുന്ന പൊസിഷനിൽ വളരെ ഹാപ്പിയാണ്. ആ ട്രോഫി വളരെ പ്രൗഡ് ഫീലോടെയാണ് ജാസ്മിൻ കൊണ്ടുപോകുന്നത്. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അർജുനും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്നതിൽ വളരെ തൃപ്തനാണ്. അവർ അതിനകത്ത് കൂടുതൽ വേണ്ട, അവർക്ക് കിട്ടിയത് മതി. ഇതിലൂടെ അവർ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും. കാരണം കുറേ പേർക്ക് അർജുൻ ജയിക്കുന്നുണ്ടാവും, കുറേ പേർക്ക് ജാസ്മിൻ ജയിക്കുന്നുണ്ടാവും. പക്ഷെ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഷോയാണ്. പക്ഷെ എന്തായാലും ഇവിടെ ജയിക്കുന്നതും തോക്കുന്നതും എന്നതിലപ്പുറം ഈ ഷോയിൽ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ, അവരുടെ കരിയറിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായാൽ അതാണ് ഏറ്റവും വലുത്. അതിപ്പോൾ മൂവിയിലായിക്കോട്ടെ, അവരുടെ തുടർന്നുള്ള ലൈഫിലായിക്കോട്ടെ, ഈ ഷോ കൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായി, അവരത് കാരണം എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു എന്ന് കേൾക്കാനും കാണാനുമായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ലൈഫിൽ അവർ കുറേ കൂടെ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന, ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു സീസണാണ്. 25 പേരും യുണീക്കായിട്ട് തോന്നിയിട്ടുണ്ട്. 25 പേരിലും ഒരുപാട് പോസിറ്റീവ്സ് നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈവൻ 1 വീക്ക് നിന്നിട്ട് പോയ ആൾക്കാരിൽ പോലും ഒത്തിരി പോസിറ്റീവ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അടിപൊളി ഒരു സീസൺ തന്നെയായിരുന്നു എന്ന് എടുത്തു പറയണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.